ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കമൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി കയറിയില്ല എന്നുള്ള കമൻറ്റാണ് നമ്മൾ വീഡിയോൻ്റെ താഴെയൊക്കെ അടിയിലൊക്കെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂലി കയറിയെന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടൊന്നും അപ്ഡേറ്റ് അല്ല, പക്ഷേ ഇന്നും കൂലി കയറിയെന്ന് പറഞ്ഞ് പലരും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായത് 17/2 വരെയുള്ള കൂലി കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വിളിച്ചു പറഞ്ഞ ഒരാൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം അവർക്ക് 13/2 മുതൽ 17/2 വരെ മസ്റ്റോണിൻ്റെ പൈസയാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർക്ക് 738 രൂപ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ് വൈസ് ചെക്ക് ചെയ്തപ്പോൾ ആ ദിവസങ്ങളിലാണ് ആ വ്യക്തി പണിക്കിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 13/2 മുതൽ 17/2 വരെയുള്ള പൈസ എല്ലാവർക്കും എന്താ പറയുക മൊത്തത്തിലായിരിക്കും വരിക, അല്ലാണ്ട് ഈ പഞ്ചായത്തിലേക്ക് മാത്രമായിരിക്കില്ല വരിക, എല്ലാ പഞ്ചായത്തിലേക്കും കൂടിയായിരിക്കും കൂലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് കറക്റ്റ് ഡേറ്റ് നാളെയോ മറ്റന്നാളോ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഡേറ്റ് വരെയുള്ള പൈസ എല്ലാ പഞ്ചായത്തിലും വന്നിട്ടുണ്ടെന്ന് പറയാം. ഇന്ന് റിപ്പോർട്ട് അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ നിലവിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് 17/2 വരെയുള്ള കൂലി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവരെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഈ ഡേറ്റ് വരെയുള്ള കൂലിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏത് ഡേറ്റ് വരെയുള്ള വന്നത് അല്ലെങ്കിൽ എത്ര കൂലി വന്നു എന്നുള്ള കാര്യം നിങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ മേറ്റുമാരെ കൂലിയാണ്. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് പൈസ വരാനാണ് സാധ്യത. ഈ വർഷത്തെ ഫണ്ടിൽ നിന്നെടുത്ത് കഴിഞ്ഞ വർഷത്തെ കൂലിയായിരിക്കും നൽകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷത്തെ കൂലി എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് വന്നിട്ട് അടുത്ത മാസം 15-ൻ്റെ ഉള്ളിലായിരിക്കും നിലവിൽ പെൻഡിങ് ഉള്ള പൈസയൊക്കെ കയറാൻ സാധ്യതയുള്ളത്. നിലവിൽ മാർച്ച് 31 വരെയുള്ള പെൻഡിങ് ഉള്ള കൂലിയൊക്കെ അടുത്ത മാസം 15-ൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിലോ നിങ്ങൾക്ക് മൊത്തമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ജനുവരി 20 വരെയുള്ള പൈസയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള പൈസയും കൂടി അപ്പോൾ ഫെബ്രുവരിയിലത്തെ പൈസ വന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് ഒരു വ്യക്തി നമ്മളെ അറിയിച്ചത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഫെബ്രുവരി 17-ൻ്റെ പൈസ 17 വരെ പണിയെടുത്ത ഒരു മസ്റ്റോളിൻ്റെ കൂലിയാണ് അവർക്ക് വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവരാകെ ആ ഒരു മസ്റ്റോളിൽ മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെയുള്ള ഏകദേശം എല്ലാവർക്കും കൂലി വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് മേറ്റുമാരെ കൂലി ഈ മാസം ഇപ്പോൾ 27 അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ മേറ്റുമാരെ കൂലി വരുന്നത് അടുത്ത മാസം ആദ്യത്തിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അടുത്ത മാസം ഫസ്റ്റ് വീക്കിലിട്ടാണ് ഫണ്ട് റിലീസാക്കുമെന്നാണ് പറയുന്നത്. ഈ മാസം ഉണ്ടാവും എന്നായിരുന്നു നമ്മളും പ്രതീക്ഷിച്ചിരുന്നത്. നമ്മളോട് ഫസ്റ്റ് പറഞ്ഞത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫണ്ട് റിലീസാക്കും എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് അടുത്ത മാസം ആദ്യ വീക്കിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്കിലോ ആയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് പൈസ റിലീസാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ മാറിയതിനു ശേഷം ഫണ്ട് റിലീസാക്കാം എന്നുള്ള കാര്യമാണ് അവരും പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തൊഴിലുറപ്പ് മേറ്റുമാരെ തൊഴിലാളികളും കൂലിയൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തൊഴിലുറപ്പ് പ്രവൃത്തികളെ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് പൂർത്തീകരണം നടത്തുക. നിലവിൽ ഉള്ള വർക്കുകളൊക്കെ എസ്റ്റിമേറ്റ് ആയതാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പണിയെടുത്ത് കൂലി വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തോളം 3 മാസം 2 മാസം 3 മാസമൊക്കെ പെൻഡിങ് ആകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ പണിക്ക് ഇറങ്ങിയത് അത് ഓട്ടോമാറ്റിക്കലി 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ പൈസ പണിയെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച 2 ആഴ്ച ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് പൈസ കയറുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.